പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈയും ബീഫ് ചാറും വെക്കുന്നത് എങ്ങനെയാണെന്ന്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് നുറുക്കി കഴുകി ക്ലീൻ ചെയ്ത് മറ്റേ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കരിവേപ്പില എല്ലാം തിരുമ്മി വെച്ചു. ഇതിന് വേണ്ട തേങ്ങ കൊത്തി വറുത്ത് വെച്ചു. ഇതിലേക്ക് ആവശ്യമുള്ള സവോള, പച്ചമുളക്, കരിവേപ്പില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പൊ നമ്മുടെ എണ്ണ മൂത്തു. അപ്പൊ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക്. ഇപ്പൊ സൺഡേ ദിവസങ്ങളിൽ എല്ലാവർക്കും ബീഫ്, ചിക്കൻ ഒക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാവൂലോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലാണ് ബീഫ് കറി. ബീഫ് വയ്ക്കാൻ പോണത് കേട്ടോ. ഇനിയിപ്പോ കടുക് പൊട്ടിയപ്പോ നമുക്ക് ഇനിയിപ്പോ ഇതിലേക്ക് ആവശ്യമുള്ള സവോള ഇതെല്ലാം കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മൂത്തു. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കാശ്മീരി മുളക് പൊടി കേട്ടോ. മല്ലിപ്പൊടി എടുത്തു കൊടുക്കുക. ഇത് മല്ലി വാങ്ങിച്ചിട്ട് ഞാനിവിടെ കഴുകി വറുത്തുണക്കി പൊടിച്ചതാട്ടോ. അതുകൊണ്ട് ഇത് നല്ലൊരു മണമൊക്കെ ഉണ്ട് മല്ലിപ്പൊടിക്ക്. ഇത് ഇപ്പം അര കിലോ ഉണ്ടായിരുന്നുള്ളൂ മല്ലി. അപ്പൊ ഞാൻ ഇതിനെ കഴുകി ഉണക്കി വറുത്ത് ഇവിടെ മിക്സിയിൽ പൊടിച്ചെടുത്താട്ടോ. പൊടി നന്നായി പൊടിഞ്ഞ് കിട്ടി. എന്നുവെച്ചാൽ വറുത്തപ്പോ നന്നായി ഇത് പൊടിഞ്ഞ് കിട്ടി. മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിടാം. കാരണം ബീഫിൽ ഞാൻ ഉപ്പ് തിരുമ്മി വെച്ചതാണ്. പിന്നെ ഇതിലൊക്കെ പിടിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫ് ഇന്ന് ബീഫ് വാങ്ങിച്ചപ്പോ അതിൽ ഭയങ്കര നെയ്യായിരുന്നു. അപ്പൊ ഒത്തിരി നെയ്യ് നമ്മൾ ഉണ്ടെങ്കിൽ അത് കറി വെക്കുമ്പോൾ ഭയങ്കര കൂട്ടുമ്പോൾ നമുക്ക് ഈ നെയ്യുടെ ഒരു ഇത് അത്ര അങ്ങോട്ട് പിടിക്കില്ല. ഇങ്ങനെ ഒക്കെ പാത്രത്തിലൊക്കെ നെയ്യ്. അപ്പൊ ഞാനിതിന് എന്ത് ചെയ്താ നെയ്യെല്ലാം ഓവറായിട്ടുള്ള നെയ്യെല്ലാം ഞാനത് നുറുക്കി മാറ്റി. എന്നിട്ട് അത്യാവശ്യം കുറച്ച് നെയ്യ് മാത്രം ഇട്ട് ഇതിനകത്തുള്ളൂ. ഇപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് വരട്ടി എടുക്കാം. എടുത്തിട്ട് നമുക്കിപ്പോൾ ഇതിലെന്തായാലും നമുക്ക് ബീഫ് വേവിക്കാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ ഇതിലങ്ങനെ ബീഫ് പെട്ടെന്ന് അങ്ങനെ വേകണ സൈസല്ലല്ലോ, വേഗില്ലല്ലോ. അപ്പം നമുക്കിത് ശരിക്ക് വരട്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ശരിക്കും ഇതാവുമ്പോൾ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു 6 വിസിലടിക്കുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് നമുക്ക് ഇതിന് ഒന്ന് ഉള്ളി മൂപ്പിച്ച് നമുക്ക് കറിയായിട്ട് എടുക്കാം. എന്നിട്ട് അതിന് തന്നെ കുറച്ച് നമുക്ക് എടുത്ത് നമുക്ക് ഫ്രൈ ആക്കാം. പിള്ളേർക്ക് ഇവിടെ ഫ്രൈ ആണ് ഇഷ്ടം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഇറച്ചിതേ എല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലെന്തായാലും നമുക്കിതിൽ ഇങ്ങനെ നമുക്ക് വേവ് ശരിയാവില്ല. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം കേട്ടോ. ഇത് കുക്കറിലേക്ക് നമുക്ക് സെർവ് ചെയ്തിട്ട് നമുക്കൊരു 6 വിസിലടിപ്പിക്കാം. നമ്മുടെ ബീഫ് ഇപ്പൊ കുക്കറിലേക്ക് മാറ്റിയിട്ട് എന്താന്ന് പറഞ്ഞാൽ അടുപ്പത്ത് അല്ലെങ്കിൽ പിന്നെ വിറകടുപ്പിലൊക്കെ വെക്കണം. അപ്പൊ അതിന് ഞങ്ങളിപ്പോ സാധാരണ ഇത് ഗ്യാസിൽ വെക്കാറ്. അപ്പൊ അത് കാരണം പിന്നെ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 6 വിസിലടിക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കുക്കറിലെ ഇറച്ചിക്കറിയൊക്കെ വെന്തതേ എയറൊക്കെ പോയി. നമുക്ക് തുറന്ന് നോക്കട്ടെ എന്തായിന്ന്. ഇപ്പൊ ഇറച്ചി കറി റെഡി ആയിട്ടാ.
ഇനി നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പിള്ളേർക്ക് ഇങ്ങനെ ഏതാനും പേർക്ക് ചാറ് കറി വേണം. പിള്ളേർക്ക് ബീഫ് വളർത്തിയതാണ് ഇഷ്ടം. അപ്പം പിന്നെ നമുക്കിതിൽ കുറച്ച് ബീഫ് ഫാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇച്ചിരി ഉള്ളി മൂപ്പിച്ചൊഴിക്കണം. ബാക്കി നമുക്കിതിലേക്ക് കുറച്ച് ഇട്ടും കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി നമുക്കിതിലേക്ക് ഉള്ളി, കരിവേപ്പില, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മൂത്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് നമ്മൾ ഇനി നമ്മൾ ഇനിയിപ്പോൾ ഇച്ചിരി നമുക്ക് പിള്ളേർക്ക് ഒഴിച്ചെടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിലേക്ക് കുറച്ച് നാളികേരം കൊത്തി വറുത്തിട്ടതാട്ടാണ്. അത് ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കോരി ഇതിലേക്ക് ഇടണം. അപ്പം ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ അപ്പം ചാറുമായി ഫ്രൈയും ആയി. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഫ്രൈ ആക്കാനിടാം. കണ്ടോ? അപ്പം നമ്മൾ ഫ്രൈ ആക്കാനുള്ളതിലേക്ക് ഇട്ടു. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്യും. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വെള്ളം പറ്റി കറക്കട്ടെ. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കറുപ്പിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. ഇപ്പൊ കറിയായി, ചാറിന് ചാറുമായി, ഫ്രൈക്ക് ഫ്രൈയും ആയി കേട്ടോ. എടുത്തിട്ട് കാണിച്ചു. ബീഫ് എന്താ ഫ്രൈ ആയോ നോക്കാം. വണ്ടർഫുൾ. കണ്ടോ? ബീഫൊക്കെ കറുത്ത് അടിപൊളിയായി. അപ്പൊ നമുക്ക് ബീഫ് ചാറും ഫ്രൈയും ആയി. ഇതുപോലെ നമുക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് ഇത് വെക്കേണ്ടി വരും. ഫ്രൈ വെക്കാൻ വേറെ വെക്കണം, വേറെ ആവണം. അപ്പൊ ഇതാവുമ്പോ കറി വെച്ചേന്ന് കുറച്ച് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ പിള്ളേർക്ക് അതൊരു ഹാപ്പിയായി. അവർക്ക് ബീഫ് ഫ്രൈ മതി നല്ല പറഞ്ഞു. അപ്പൊ അവരത് കൂട്ടിക്കോട്ടെ. അപ്പൊ നമുക്കിടെ കണ്ടോ? അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടല്ലോ. ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. പിന്നിപ്പോ നമുക്ക് വീഡിയോ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണ്ടേ? അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാറായില്ലേ? നമുക്ക് ബീഫ് കറിയും ബീഫ് വളർത്തിയതും കൂട്ടി ചോറിനെ എല്ലാരും വായോ. ടാറ്റാ.